നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് വരുന്നത്. ശമ്പളവും പെൻഷനും നൽകാൻ കടുത്ത ട്രഷറി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്ന ഭീമമായ കടബാധ്യത, കേന്ദ്ര വിഹിതം കുറയുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, GST വരുമാന വളർച്ചയുണ്ടെങ്കിലും വർദ്ധിക്കുന്ന ധനക്കമ്മി എന്നിവയാണ് പുതിയ ധനമന്ത്രിക്ക് മുമ്പിലുള്ള പ്രധാന വെല്ലുവിളികൾ. നികുതി ഭാരം കൂട്ടാതെ ഖജനാവ് നിറയ്ക്കാനും വികസനം ഉറപ്പാക്കാനും പുതിയ സർക്കാരിന് സാധിക്കുമോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്, CPM പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് P കൃഷ്ണദാർ, സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ് എന്നിവർ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, പുതിയ സർക്കാർ വലിയ വാഗ്ദാനങ്ങളുമായാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. എന്നാൽ നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക അസാധ്യമാണെന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടോ? UDF തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ ഗ്യാരണ്ടികൾ അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ സമീപനം എന്താണ് എന്ന കാര്യം ഇപ്പോഴും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച് ഞങ്ങളൊരു ധവളപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് ഉടനെ പുറത്തു വരും, അതിനുശേഷമാകാം മറ്റെല്ലാം എന്നാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും നമ്മുടെ എയറിലുണ്ട്. പ്രതിപക്ഷ നേതാവ് നിലക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ഈ സംസ്ഥാനത്തെ സാമ്പത്തിക നയരൂപീകരണവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ എല്ലാ പരിപാടികളിലും വളരെ വിമർശനാത്മകമായി ഇടപെട്ട ആളാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാത്തതല്ല. ഇപ്പോൾ തന്നെ വിവരാവകാശ നിയമം അനുസരിച്ച് പലരും എന്താണ്, കേരളത്തിലെ ട്രഷറി പ്രതിപക്ഷ നേതാവ് നേരത്തെ ആക്ഷേപിച്ചതുപോലെ ആണോ അല്ല എന്നാണ് വിവരാവകാശ നിയമം അനുസരിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. 5429 കോടി ട്രഷറിയിൽ ബാക്കിയിരിപ്പുണ്ടായിരുന്നു, നീക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കേരളം എന്താണ്, അങ്ങനെ ഒഴിഞ്ഞ ഒരു ഖജനാവുമായിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിച്ചത്. അപ്പോൾ കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ ഒരു സാമ്പത്തിക അവസ്ഥ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. കേരളത്തിൽ വലിയ രീതിയിൽ നികുതി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ വിഭവ സമാഹരണത്തിൽ വിഭവ ശേഖരണത്തിൽ വലിയ വർധനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1,00,000 കോടിയോളം രൂപ തനത് വരുമാനം, റവന്യൂ വരുമാനം നമുക്ക് പിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന എന്താണ്, കേരളം അങ്ങനെ പ്രതിപക്ഷം ആക്ഷേപിച്ചതുപോലെ മുടിഞ്ഞുപോയ ഒരു സമ്പദ്ഘടനയല്ല. ഇന്നത്തെ നിയോ ലിബറൽ നയങ്ങൾ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം ലഭ്യമാകുന്ന ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ പ്രതികൂലമായി നിലനിൽക്കുമ്പോഴും അതിനെയൊക്കെ മറികടന്ന് സംസ്ഥാനത്ത് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മലയാളിയെ എന്താണ് വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് നയിച്ചിട്ടുണ്ട്. ആ പുരോഗതിയുടെ അടിസ്ഥാനമായിരിക്കുന്ന ഇടതുപക്ഷം മുന്നോട്ട് വച്ച ബദൽ നയങ്ങൾ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകില്ലെന്നും അതിന് പകരം നിയോ ലിബറൽ നയങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള ചില സ്വകാര്യവൽക്കരണ നയങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നതെന്നും 2001 AK ആന്റണിയുടെ കാലത്ത് കണ്ടതുപോലെ ഒരു ധവളപത്രം ഇറക്കി ചെലവ് ചുരുക്കൽ, വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് ചെലവ് ചുരുക്കുക, ആ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ നിയോ ലിബറൽ നയങ്ങളുടെ ഭാഗമായിട്ടുള്ള ഡൗൺ സൈസിങ് ഉൾപ്പെടെ ക്ഷേമ പദ്ധതികൾ പരിമിതപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കുക എന്നുള്ള രീതിയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവരെല്ലാം തന്നെ നിയോ ലിബറൽ നയങ്ങളുടെ വക്താക്കളാണ്, സ്വകാര്യവൽക്കരണത്തിന്റെ വക്താക്കളാണ്. കേരളത്തിലെ പൊതു സേവന മേഖലകൾ എന്ന നിലക്ക് വളരെ ശക്തമായ ആരോഗ്യ മേഖല, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല,
ഈ മേഖലയിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നാണ് അവർ പറയുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്ന മാറ്റം? ഈ മേഖലയിൽ സ്വകാര്യവൽക്കരണം നടപ്പാക്കണം. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരൊറ്റ അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും സർക്കാർ NOC കൊടുത്തിട്ടില്ല. അവരെല്ലാം കാത്തുകിടക്കുകയാണ്. അവർക്ക് അനുകൂലമായ രീതിയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ ഭീഷണിയാവുന്ന രീതിയിൽ അൺഎയ്ഡഡ് മേഖല പ്രോത്സാഹിപ്പിക്കപ്പെടും. അതേപോലെ തന്നെ സർക്കാർ ആശുപത്രികളുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ വലിയ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിൽ സർക്കാർ ആശുപത്രികളെ പല തലങ്ങളിൽ തളർത്താനുള്ള, ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഈ സർക്കാരിന്റെ ഒരു നയമെന്ന നിലയ്ക്ക് തന്നെ മുന്നോട്ട് വരുമെന്നാണ് നമ്മളൊക്കെ കാണുന്നത്. അനുഭവങ്ങളും ശ്രീ കുഞ്ഞുകണി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനിൽ ബോസ്, പുതിയ സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റാണിത്. ജനങ്ങൾ വലിയ വികസന പ്രതീക്ഷയിലാണ്. എന്നാൽ മുൻകാലങ്ങളിലെ കടബാധ്യതയും ട്രഷറിയിലെ പണലഭ്യതയുടെ കുറവും വലിയ പ്രതിസന്ധിയാണ്. ഈ ബഡ്ജറ്റിൽ നികുതി കൂട്ടാതെ സാധാരണക്കാരന് ആശ്വാസം നൽകാൻ പുതിയ സർക്കാരിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടോ? നിശ്ചയമായും. നമുക്ക് എല്ലാവർക്കും അറിയും പോലെ യുദ്ധം, അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നിലവിൽ വന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാഴ്ച പോലും പിന്നിട്ടിട്ടില്ല. ഒരു സാവകാശം അല്ലെങ്കിൽ ഒരു കൂളിംഗ് പീരീഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം, സമ്പ്രദായം ഒക്കെ ഉണ്ട്. അപ്പം ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ എത്ര ഉണ്ട് നമ്മുടെ കയ്യിൽ, എത്ര ഇല്ല നമ്മുടെ കയ്യിൽ, എന്താണ് നമ്മുടെ നേട്ടം, എന്താണ് നമ്മുടെ പോരായ്മ, ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ഞാൻ കേട്ടു, വിവരാവകാശ രേഖ. നിശ്ചയമായും വിവരാവകാശ രേഖയിൽ എത്ര ലക്ഷം കോടി ബാധ്യത നമ്മുടെ സംസ്ഥാനത്തിനുണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു. അക്കൗണ്ടിൽ എത്രയുണ്ട് എന്ന് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അക്കൗണ്ടിലുള്ള കാശ് പറയും. ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ 5000 കോടിയോ 2000 കോടിയോ 3000 കോടിയോ അവിടെ ഉണ്ടാകട്ടെ. പക്ഷെ കേരള സർക്കാരിന് എത്ര ലക്ഷം കോടി രൂപ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബാധ്യത ഉണ്ടായിട്ടുണ്ട്, എത്ര അതിൽ നമുക്ക് തിരിച്ച് നിലവിലുള്ള ബാധ്യതയിൽ അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് അദ്ദേഹം വിവരാവകാശ നിയമം പ്രകാരം ഇനി ചോദിച്ചിട്ട് വേണം പറയാൻ. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാവകാശം എന്ന പോലെ നിലവിലെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയും പോലെ സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഭരണത്തിന് അവസരം കിട്ടിയിട്ടുള്ള സർക്കാരിനും നല്ല ബോധ്യമുണ്ട്. എന്തായാലും ഒരു ബഡ്ജറ്റും നടപടിക്രമങ്ങളും വരാൻ പോവല്ലേ, നമുക്കൊന്ന് കാത്തിരിക്കാം. നിലവിൽ ഇപ്പോ നമ്മൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പെട്രോൾ ഡീസൽ വില വർധനവ്. അത് കേവലമായ വർധനവല്ല, ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കേരളത്തിൽ ഒരു പമ്പിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത് 119 രൂപയ്ക്കാണ് പെട്രോൾ. മറ്റൊരു പമ്പിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത് 114 രൂപ 90 പൈസയ്ക്കാണ്. കേരളത്തിലെ മാത്രം സ്ഥിതിയാണ്, കേരളത്തിന് പുറത്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. കേരളത്തിനകത്തും മാത്രം വിവിധ പമ്പുകളിൽ വിവിധ വില കൊടുത്ത ആളുകൾ വാങ്ങുകയാണ്. താങ്ങാൻ പറ്റാത്ത ഭാരമാണ്. അപ്പൊ അതിന് പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരം ഒരു ദിവസം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതാണോ? കേന്ദ്ര ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ അല്ല, കൂട്ടുത്തരവാദിത്വത്തോടു കൂടി പോകണം. എല്ലാത്തിനെയും രാഷ്ട്രീയം വെച്ച് കാണേണ്ടതില്ല. നമുക്കെല്ലാവർക്കും അറിയാം 2004-2014 കാലഘട്ടം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലഘട്ടമാണ്. ആ കാലയളവിൽ 30 രൂപ മുതൽ 73 രൂപ വരെയാണ് പെട്രോളിന്റെ വില വേരിയേഷൻ ഉണ്ടായത്. അത് അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചനുസരിച്ചാണ്. 110 രൂപ ബാരലിന് ഡോളർ വില വന്ന സമയത്താണ് 73-ലെത്തിയത്. ആ 2014 ശേഷം ഈ 2026 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ക്രൂഡിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ 60 സമയമുണ്ട്. ആ സമയത്ത് പോലും വില കുറയ്ക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല, കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെങ്കിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സബ്സിഡി നൽകുന്ന സാഹചര്യം ഉണ്ടായി, നികുതി വേണ്ട എന്ന് വെക്കുന്ന തീരുമാനമുണ്ടായി. അത്തരം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ തലത്തിലൊരു തീരുമാനം വരുന്നില്ല. ഇവിടെ ഇവർ പറയുന്നത് വിലക്കയറ്റം തടയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഞങ്ങൾ 10 രൂപ കുറച്ചായിരുന്നു,
അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്തു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് BJPയുടെ പ്രതിനിധികൾ പല ചർച്ചകളിലും പറയുന്നത്. ഇവരാരും പറയാത്ത കാര്യം, നമ്മുടെ എല്ലാ ജീവിതാവസ്ഥയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിലക്കയറ്റം തന്നെയാണ്. ആ വിലക്കയറ്റത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് പെട്രോൾ ഡീസൽ വില വർധന. റിഫൈനറിയിൽ 1 ലിറ്റർ പെട്രോള് ഞാൻ മനസ്സിലാക്കുന്നത് പ്രോസസ്സ് ചെയ്ത് വിപണിയിൽ എത്തുമ്പോൾ 55 രൂപ ചെലവാകുന്നതാണ്. ഇനി ഏജൻസി കമ്മീഷൻ 2 രൂപ കിട്ടുന്നവരുമുണ്ട്, 5 രൂപ കിട്ടുന്നവരുമുണ്ട്, 2 മുതൽ 5 രൂപ വരെ. അങ്ങനെ വന്നാൽ തന്നെ 55, 5, 60 പോയിട്ട് ഈ പറയുന്ന 114 ആണെങ്കിലും 119 ആണെങ്കിലും ബാക്കി തുക എങ്ങോട്ട് പോകുന്നു, ആർക്കൊക്കെ പോകുന്നു, ആർക്കാണ് ഇതിന്റെ നേട്ടം, ഇതിന്റെ ലാഭം ആർക്കാണ്? സ്ഥിരമായ ചർച്ചകൾ. പെട്രോളിയം കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള അവകാശം മൻമോഹൻ സിംഗ് എടുത്തു കൊടുത്തു. സ്ഥിരമായി പറയുന്നതാണ് സാർ. ഇത് നമ്മൾ കാണേണ്ടത്, ഇത് തുടങ്ങി വെച്ചത് വാജ്പേയിയാണ്. വാജ്പേയി തുടങ്ങി വെച്ചു, പിന്നീട് അത് കോൺഗ്രസ് ഗവൺമെന്റ് മാറ്റി, വീണ്ടും അത് പുനരാരംഭിച്ചു. പെട്രോൾ വില നിർണയാവകാശത്തിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നടപടികൾ സ്വീകരിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാർ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കണം. സംസ്ഥാന സർക്കാർ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യണം. ഇതിന്റെ അകത്ത് കേരളത്തിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്, ഞാൻ പെട്ടെന്ന് ചുരുക്കാം, കേരളത്തിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് UDFന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി പല ഘട്ടങ്ങളായി, ആദ്യം 65 പൈസ, പിന്നെ ഞാൻ ഓർക്കുന്നത് 1 രൂപ 90 പൈസ, പിന്നെ 2 രൂപ 40 പൈസ. ആ നിലയിൽ പെട്രോൾ വില കുതിച്ചുയർന്ന് ജനങ്ങളെ ബാധിക്കുന്ന സാഹചര്യം, വിലക്കയറ്റത്തിന്റെ പ്രതിഭാസം ഉണ്ടായപ്പോൾ ചെയ്തത് 610 കോടി രൂപ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. 610 കോടി രൂപയുടെ ഇളവ് കേരളത്തിൽ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും പലവട്ടം പെട്രോൾ വില ഉദിച്ചുയർന്നപ്പോൾ കേരള ഗവൺമെന്റിന് കിട്ടിയിട്ടുള്ള കണക്ക് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് 3100 കോടിയിലധികം രൂപ ഈ ഗവൺമെന്റ്, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കൈവശം വന്നു. നികുതി ഇനത്തിൽ തന്നെ പെട്രോൾ വില വർധനവിലൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അവിടെയും മതിയായ ഇളവ് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററോട് ചോദിച്ചാൽ പറയാം അദ്ദേഹം വിവരാവകാശ നിയമം കൊടുക്കട്ടെ എന്ന് പറയാൻ നമുക്കൊന്നും പറയാനില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, പ്രാഥമിക ഘട്ടത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ശ്രീ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നയാൾ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സഭയ്ക്കകത്ത് എന്തൊക്കെ ഉയർത്തിയിട്ടുണ്ടോ അതെല്ലാം സഭാരേഖകളിലുണ്ട്. ആ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഒരു വാക്കും മാറില്ല എന്ന് മാത്രമല്ല, ഇത്തവണത്തെ ബഡ്ജറ്റ് ഉൾപ്പെടെ വിസ്മയകരമായി ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന നടപടികൾ ഉണ്ടാവും, ആശ്വാസ പദ്ധതികൾ ഉണ്ടാവും. പലരും പറയുന്നത് പോലെ പെട്രോൾ ഡീസൽ വില വർധന കുറയ്ക്കുന്നതിന് ഒരു പരിമിതി ബുദ്ധിമുട്ട് വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇന്ന് 50 പൈസ കുറയ്ക്കാൻ തീരുമാനിച്ചാൽ നാളെ 1 രൂപ കൂടുകയാണ്, നാളെ 1 രൂപ കുറയ്ക്കാൻ തീരുമാനിച്ചാൽ മറ്റന്നാൾ 2 രൂപ കൂടുകയാണ്. അതുകൊണ്ട് ഒരു ഇമ്പാക്ട് സ്റ്റഡി നിർബന്ധമായതുകൊണ്ടാണ് ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു സഹായം അല്ലെങ്കിൽ ഒരു കുറവ് അല്ലെങ്കിൽ സെസ്സെങ്കിലും കുറയ്ക്കുന്ന നടപടികൾ ചെയ്യുന്നതിനുള്ള കാലവിളംബം ഉണ്ടാകുന്ന ഒരു പഠനത്തിന് വേണ്ടി മാത്രമാണ്. ഇതൊരു സ്റ്റെബിലൈസ് ചെയ്യുമോ എന്നുള്ളൊരു നോട്ടത്തിന്റെ ഭാഗമായി മാത്രമാണ്. അങ്ങനെ വേണം കാണാൻ. ഇതൊരു കൂളിംഗ് പീരീഡ് ആണ്. ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ പ്രസംഗമൊക്കെ വരട്ടെ, നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. വ്യക്തമാണ്. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും വായ്പാ പരിധി നിശ്ചയിക്കുന്നതുമാണെന്ന് സംസ്ഥാനത്തെ പ്രധാന കക്ഷികൾ എപ്പോഴും ആരോപിക്കുന്നുണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ ചർച്ചകൾ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യങ്ങളെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുമോ? 14ാം ധനകാര്യ കമ്മീഷന്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിശ്ചയിച്ചിട്ടുള്ള വിഹിതത്തിൽ സ്വാഭാവികമായും ആ സംസ്ഥാനത്തിന്റെ അപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും വികസന സൂചികയും എല്ലാം കണക്കാക്കിക്കൊണ്ടാണ് അത് സ്വീകരിക്കാനുള്ള സാഹചര്യമുണ്ടായത്. അതനുസരിച്ചാണ് 25 കൊല്ലം മുൻപുള്ള കണക്കെടുത്ത്, അതായത് 10ാം ധനകാര്യ കമ്മീഷന്റെ കണക്കെടുത്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ സ്ഥിരമായി പറയുന്നത് കേരളത്തിന് വിഹിതം കുറഞ്ഞു എന്നുള്ളത്. കേരളത്തിന് GST വന്ന സമയത്താണെങ്കിലും കേരളത്തിന് കിട്ടേണ്ട വിഹിതത്തെ സംബന്ധിച്ചാണെങ്കിലും കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. ശ്രീ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിക്കുന്നത് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് വലിയ പണം കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അങ്ങയുടെ ഗവൺമെന്റ്, അങ്ങയുടെ പാർട്ടിയുടെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി കേരളത്തിന് വലിയ പണം കിട്ടാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടല്ലോ. അവിടെ ചെന്ന് ഹർജി ഫയൽ ചെയ്തപ്പോഴാണ് 131 പ്രകാരം ഹർജി ഫയൽ ചെയ്ത് സ്യൂട്ട് ഫയൽ ചെയ്ത് ഞങ്ങളിതാ കേന്ദ്ര ഗവൺമെന്റിനെ വിറപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കോടതിയിൽ ഹർജി എടുത്ത സമയത്ത് അത് കേന്ദ്രത്തിന്റെ പണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നില്ല, കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ കാരണമായിരുന്നു ആ സ്യൂട്ടിന്റെ അടിസ്ഥാനം. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് കടമെടുക്കാനുള്ള പരിധി നീട്ടിക്കിട്ടാൻ ഹർജിയുമായി പോയ ഗവൺമെന്റിന് 13,000 ചില്ലാനം കോടി രൂപ അങ്ങനെ കടമെടുക്കാനുള്ള പരിധി നീട്ടിക്കിട്ടുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്,
കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് പൊതുവായി കിട്ടുന്ന എല്ലാ നയങ്ങളും നടപടികളും കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് നീതി ആയോഗിന്റെ ഭാഗമായി നിശ്ചയിക്കപ്പെടുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാരും അംഗങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും ആ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതത്തെ സംബന്ധിച്ച് അവിടെ ചർച്ച ഉണ്ടാകും. കേരളത്തിന് ഏതെങ്കിലും ഒരു വിഹിതം, ഏതെങ്കിലും തരത്തിലുള്ള വിഹിതം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നിലവിൽ കിട്ടാനുണ്ട് എന്നൊരു വാദം ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ ഉയർത്തിയിരുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കണക്കുകൾ പ്രകാരം സൂചിപ്പിക്കാനില്ല, 1 രൂപ പോലും കിട്ടാനില്ല. ഇനി മറ്റൊന്ന്, പെട്രോളിന്റെ വിലയെ സംബന്ധിച്ച് ശ്രീ അനിൽ ബോസ് പറയുന്നത് 58 രൂപയാണ് റിഫൈനറിയിൽ നിന്ന് പെട്രോൾ പുറത്തു വരുമ്പോൾ ആകെ ഉള്ള ചെലവ്. അതിൽ നിന്ന് 114 139 എങ്ങനെയാകുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത്. ശ്രീ അനിൽ ബോസ് കൃത്യമായി മനസ്സിലാകും. 19 രൂപയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ് ഷെയർ, 38 രൂപയാണ് സംസ്ഥാനത്തിന്റെ ടാക്സ് ഷെയർ. അപ്പൊ തന്നെ അങ്ങക്ക് മനസ്സിലാകുമല്ലോ, നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുമല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടാക്സ് വിഹിതം എത്രയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്ന വിഹിതം എത്രയാണ് എന്നുള്ളത്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്ന വിഹിതത്തെ കുറിച്ച് പറയാൻ മടി കാണിക്കുകയും 58 രൂപ കഴിഞ്ഞ് ബാക്കി 119 രൂപയും 118 രൂപയും ആര് കൊണ്ടുപോകുന്നു, അത് സെൻട്രൽ ഗവൺമെന്റിലെ മാറ്റണമെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 60 രൂപക്ക് മേലെ സെൻട്രൽ ഗവൺമെന്റ് എടുത്തു കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ധ്വനിയിലാണ് അങ്ങ് സംസാരിക്കുന്നത്. അങ്ങനെയല്ല, 40 രൂപയോളം സ്റ്റേറ്റും 19 രൂപയോളം സെൻട്രലും കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിലാണ് അതിന് ടാക്സ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചും പ്രത്യേകമായി ഒരു ചർച്ചയും കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് കുറക്കാൻ വേണ്ടിയില്ല. ഇനി അത് കൂടാതെ ഒരു 2 രൂപ സെസ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു 1 രൂപയുടെ സെസ്സും അടക്കം ഏതാണ്ട് 4 രൂപയുടെ സെസ്സാണ് കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ അനിൽ ബോസ് അങ്ങ് മറന്നു പോകരുതാത്തൊരു കാര്യം, അങ്ങ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തില് വികസനത്തെ സംബന്ധിച്ച നടപടികളെ കുറിച്ചുമാണല്ലോ സൂചിപ്പിച്ചത്. 40 കൊല്ലക്കാലമായി മുടങ്ങിക്കിടന്ന ആലപ്പുഴയും കൊല്ലവും അടക്കമുള്ള ബൈപ്പാസുകളാണെന്ന് 60,000 കോടി രൂപ മുടക്കി നാഷണൽ ഹൈവേ അടക്കം ഉള്ള പദ്ധതികളുടെ ഭാഗമായി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കിയത്. റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ എത്രയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ബജറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും തനത് വരുമാനം കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലേക്ക് തനത് വരുമാനം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒന്നുകിൽ നമ്മൾ നമ്മുടെ വ്യവസായത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സേവന സംവിധാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്ക് മാറ്റമുണ്ടാകണം എന്നുള്ളതാണ്. MSME മേഖലകൾക്ക് മാറ്റമുണ്ടാകണം എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ള ഏതെങ്കിലും ഒരു പദ്ധതി, തൊഴിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പദ്ധതി, ഒരു വ്യവസായം, ഒരു ചെറുകിട വ്യവസായത്തിന് താങ്ങ് നൽകാൻ കഴിയുന്ന ഒരു സംവിധാനം, അതൊന്നും കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പരാജയം. മറ്റൊന്ന്, നമ്മുടെ കടത്തിന്റെ, ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കും. നമ്മുടെ കടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഹിതം എന്ന് പറയുന്നത് പെൻഷൻ കമ്പനിയും കിഫ്ബിയും ചേർന്നുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് ആകെ കടമെടുക്കുന്നതിനെ കുറിച്ചാണല്ലോ പരാതി പറഞ്ഞത് കുഞ്ഞിക്കണ്ണൻ അടക്കം. നമുക്ക് ഏത് സംസ്ഥാനത്തിനും, നമുക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഏത് സംസ്ഥാനത്തിനും രാജ്യത്ത് കടമെടുക്കാൻ കഴിയുന്നത് ആകെ GDP-യുടെ 3%. ഏറ്റവും കൂടിയാൽ 3.5%. കേരളം എടുത്തിട്ടുള്ളത് 5%-ഓളമാണ്. അതിന് കാരണം എന്താ? ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയോളം വരുന്ന 40,000-45,000 കോടി രൂപ വരുന്ന 50,000 കോടിയോളം വരുന്ന കിഫ്ബിയും പെൻഷൻ ഫണ്ടും കൂടി ചേർന്നിട്ടുള്ള ആ ഫണ്ടിന്റെ കടം അവിടെ പുറത്തു നിൽക്കുകയാണ്. ബജറ്ററി ലോസിന്റെ പുറത്തു നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് GDP-യുടെ ഏകദേശം 5%-അടുത്തേക്ക് എത്തുന്നു. ഇത് രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്തതാണ് ശ്രീ ജെയിംസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 3% റെസ്ട്രിക്ട് ചെയ്യേണ്ട കടമെടുപ്പ് എന്നുള്ളത് 3.5%-ലേക്ക് മാറിയിരിക്കുന്നു കേരളത്തിൻ്റെത്. ഒപ്പം തന്നെ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ കടമെടുപ്പ് എന്ന് പറയുന്നത് ഒന്നും യാതൊരു ബന്ധവുമില്ലാത്ത പെൻഷൻ കമ്പനി കൂടി അവിടെ സംഭാവന ചെയ്യാണ്. അപ്പൊ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ച് ശുദ്ധ അസംബന്ധവും തെറ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഒരു ഗവൺമെന്റിനും കഴിയില്ല. ഇപ്പൊ വന്നിട്ടുള്ള UDF-ന്റെ ഗവൺമെന്റ് ആണെങ്കിലും നിജസ്ഥിതി മനസ്സിലാക്കി, കഴിഞ്ഞ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള തെറ്റായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ മനസ്സിലാക്കി, ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കില്ല, അതിനുള്ള ബെനിഫിറ്റ് കേരളത്തിന് വേണ്ട എന്ന് നിശ്ചയിക്കുന്നതിൽ മാറ്റം ഉണ്ടാക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുടെ വിഹിതം കേരളത്തിലേക്ക് വരാനുള്ള സംവിധാനം ഈ ഗവൺമെന്റ് എടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, സാങ്കേതികമായി പറഞ്ഞാൽ കേരളം വലിയൊരു കടക്കണിയിലാണ് എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. എങ്കിലും ഈ പുതിയ ബഡ്ജറ്റിൽ ധനമന്ത്രി അടിയന്തരമായി വരുത്തേണ്ട പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്?
ഇപ്പൊ എനിക്ക് ഇവിടെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾ പറയുന്ന കേട്ടതിനകത്തും എനിക്ക് ചില പാഠഭേദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ തീർച്ചയായും. അതിനൊന്നും സമയമില്ലല്ലോ. അപ്പൊ എന്താണ് ബജറ്റിൽ വരുത്തേണ്ട ഇപ്പോഴത്തെ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തില് എന്ന് ചോദിച്ചു. ആ ചോദിച്ചതില് കടക്കണിയിലേക്ക് കേരളം പോകുന്നു എന്ന് പറയുന്നത് ശരിയാണ്. മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ നമ്മുടെ കടത്തെ പറ്റി കഴിഞ്ഞ ഡിസംബറിൽ CAG പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. അതായത് അതിനു മുമ്പ് ഞാൻ പറയട്ടെ, കടത്തെ പറ്റി പറയുമ്പോൾ UDF ഗവൺമെന്റ്, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 2016 സ്ഥാനമൊഴിയുമ്പോൾ കേരളത്തിന്റെ സഞ്ചിത കടം, അതേപറ്റിയാണ് എൻ്റെ തൊട്ട് മുൻപ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. സഞ്ചിത കടം 1,53,200 കോടിയായിരുന്നു. എന്താണ് ഈ സഞ്ചിത കടം എന്ന് പറയുന്നത്? സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട വർഷം മുതൽ കൂട്ടിച്ചേർക്കപ്പെട്ട കടം ആണ് അത്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് 2042 ആക്ട് അനുസരിച്ച് 2042 2002 ആക്ട്, കേന്ദ്ര ഗവൺമെന്റ് ആക്ട് 2003 കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, സംസ്ഥാനങ്ങളിലൊക്കെ. ആ 2003 FRBM, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് സഞ്ചിത കടം GSDPയുടെ 29% അതിൽ താഴെയോ ആയിരിക്കണം എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഉമ്മൻചാണ്ടി ബാറ്റൺ കൈമാറുന്ന സമയത്ത് 1,53,200 കോടിയായിരുന്നു നമ്മുടെ സഞ്ചിത കടം. അതായത് ആ സഞ്ചിത കടം ഈ പറഞ്ഞ GSDPയുടെ 29% തൊട്ട് താഴെ, ഓൾമോസ്റ്റ് 29% ഇപ്പോ 10 വർഷത്തിന് ശേഷം ആ സഞ്ചിത കടം എത്രയായി മാറിയിട്ടുണ്ട്? അതായത് 2025-26 ബജറ്റ് ഡോക്യുമെന്റ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ആ ഡോക്യുമെന്റിലെ കണക്കനുസരിച്ച് നമ്മുടെ GSDP, നമുക്ക് എടുക്കാവുന്ന കടം എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള, നമ്മൾ ബജറ്റിൽ എടുത്തിരിക്കുന്ന കടം എന്ന് 4,81,997.62 കോടിയാണ്. ബജറ്റ് ഡോക്യുമെന്റ്, അതായത് കഴിഞ്ഞ വർഷം ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് ഡോക്യുമെന്റ് 2025-26 ബജറ്റ് ഡോക്യുമെന്റിൽ 25-26 വർഷത്തേക്ക് പറഞ്ഞിരിക്കുന്ന കടമാണ് ഈ പറഞ്ഞ 4,81,997.62 കോടി. അതിൻ്റെ കൂടെ CAG പറയുന്നത് 2025 CAG പുറത്തുവിട്ട കണക്കനുസരിച്ച്, നേരത്തെ മിസ്റ്റർ കൃഷ്ണദാസ് പറഞ്ഞതും അതിനോട് ബന്ധപ്പെടുത്തിയാണ് മിസ്റ്റർ കൃഷ്ണദാസ് സംസാരിച്ചത്. അതായത് കിഫ്ബി വഴി എടുത്ത കടവും അതുവരെ 2023-24 വർഷങ്ങളിലൊക്കെ കിഫ്ബി വഴി എടുത്ത കടവും KSSPL, അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്, എല്ലാ പെൻഷനും കൊടുക്കാനല്ല, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാൻ കൊണ്ടുവന്ന പ്രത്യേക ബോഡിയാണ് ഈ KSSPL ലിമിറ്റഡ് എന്ന് പറയുന്നത്. മിസ്റ്റർ അനിൽ ബോസ് പറഞ്ഞതുപോലെ, മിസ്റ്റർ കൃഷ്ണദാസ് പറഞ്ഞതുപോലെ, കേരളം കടക്കണിയിലേക്ക് ദ്രുതഗമനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ നോക്കി വേണം, ഇല്ല എനിക്ക് സമയം കുറച്ചേ തന്നുള്ളൂ, മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ തരണം. അപ്പൊ അങ്ങനെ കടക്കണിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തോടാണ് ഇന്നലെയും ഇന്നുമൊക്കെ അസംബ്ലിയിൽ മുഖ്യമന്ത്രിയെ മുൾമുനയിൽ എന്നതുപോലെ നിർത്തിക്കൊണ്ട്, എന്തുകൊണ്ട് ഈ പറയപ്പെട്ട ഇന്ധനത്തിലെ വില വർധനവ്, അത് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഓർമ്മിക്കണം. എപ്പോഴൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നുവോ അതിന്റെ 40% സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അങ്ങനെ അർഹതപ്പെട്ട 40% വേണ്ട എന്ന് സംസ്ഥാന ഗവൺമെന്റ് വെച്ചാൽ, ഓഫ് കോഴ്സ് 40% വില വർധന, അതായത് എന്ത് വില വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത്, അതിന്റെ 40% കുറവുണ്ടാകും എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തില് അന്ന് $140 വരെയൊക്കെ അന്താരാഷ്ട്ര വില ഉയർന്നിരുന്നു. അങ്ങനെ ഉയർന്നിരുന്നപ്പോൾ UPA ഗവൺമെന്റ് പലവട്ടം ഇന്ധനത്തിന്റെ വില വർദ്ധിപ്പിച്ചു. അപ്പോ ഉമ്മൻചാണ്ടി
ആ ഇന്ധന വില പിന്നെ അതായത് അതുകൊണ്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്നത് നേരത്തെ അനിൽ ബോസ് 610 കോടി എന്നാണ് പറഞ്ഞത്. ഞാനന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിലുണ്ട്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. 630 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന UPA ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. എന്നിട്ടും ആ ഗവൺമെന്റ് കൊണ്ടുവന്ന ആ വർധനവ് ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പാക്കിയില്ല. എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന് കുഞ്ഞിക്കണ്ണൻ ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ കുഞ്ഞിക്കണ്ണ. അന്ന് സംസ്ഥാനം കടപ്രതിസന്ധിയിലോ ധനപ്രതിസന്ധിയിലോ ആയിരുന്നില്ല. ഉമ്മൻചാണ്ടി പിന്നെ ഭരണത്തിൽ നിന്ന് പോകുമ്പോഴും സഞ്ചിത കടം 29% അതിൽ താഴെയോ ആയിരുന്നു. അതുപോലെ തന്നെ ആനുവൽ കടം 3% തന്നെ നിജപ്പെടുത്തിയിരുന്നു. അത് 3.5 കൃഷ്ണദാസ് പറഞ്ഞതുപോലെ 3.5% വരെ ഒന്നും പോയിട്ടില്ല. അപ്പൊ അന്ന് അദ്ദേഹത്തിന് അത് കഴിയുമായിരുന്നു. അതായത് ഈ 40% വില വർധനവ് വേണ്ടെന്ന് വെച്ചാൽ പോലും സംസ്ഥാനം ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോഴതല്ല. സഞ്ചിത കടം 43.04% എത്തി നിൽക്കുകയാണ്. അങ്ങനെ എത്തി നിൽക്കുന്ന സമയത്ത് ഓടിതാ പിടിച്ചോ എന്നും പറഞ്ഞ് ജനങ്ങളെ ചേർത്ത് പിടിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാലുള്ള അതിന്റെ പരിണത ഫലം എന്താണ് എന്ന് കണ്ടറിയണം. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ജെയിംസ് ഒരു നിമിഷം കൂടി അദ്ദേഹം പറയുന്നത് ആ വൈറ്റ് പേപ്പർ ഒന്ന് വന്നുകൊള്ളട്ടെ. നേരത്തെ പറഞ്ഞല്ലോ മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ തന്നെ പറഞ്ഞു ഒരു വിവരാവകാശ രേഖയുടെ കാര്യം. എന്റെ കുഞ്ഞിക്കണ്ണ, ഞാൻ നോക്കി ഒരു വെബ്സൈറ്റിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന് വേണ്ടേ റിസർവ് ബാങ്ക് പുറത്തുവിടുന്ന ഒരു വിവരാവകാശ രേഖ. അങ്ങനെ ഒരു വിവരാവകാശ രേഖ RBIയുടെ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. ഇനി അത് നിങ്ങളെ പോലുള്ള ചില LDFകാർക്ക് കിട്ടിയോ? വലിയ കാര്യം തന്നെ കേട്ടോ. എനിക്കൊരു കോപ്പി ഒരു പാർട്ടി അയച്ചു തന്നു. ഞാൻ ആ കോപ്പി കണ്ടപ്പോൾ തന്നെ, അതായത് ഇങ്ങനെ പറഞ്ഞ് വാദിച്ച ഒരു പാർട്ടി തന്നെ എനിക്ക് ആ വിവരാവകാശ രേഖയുടെ കോപ്പി അയച്ചു തന്നു. കോപ്പി അയച്ചു തന്നപ്പോഴും എനിക്ക് ചിരിക്കാനേ പറ്റിയുള്ളൂ. കാരണം അത് യഥാർത്ഥത്തിൽ വിവരാവകാശ രേഖയായിരുന്നില്ല. പിന്നെ നമ്മളൊക്കെ വിചാരിച്ച എന്തെല്ലാം രേഖകൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അപ്പൊ ഈ അവസ്ഥയില് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ഒരാൾക്ക് കടലിൽ കല്ലെറിയുന്നത് പോലെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. വളരെ നിയതമായ രീതിയിൽ പഠിച്ചിട്ട് അതിന്റെ എന്തായിരിക്കും അതിന്റെ അതിന്റെ റിപ്പർക്കഷൻസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന്, അതായത് അത്ര വലിയ അപകട കെണിയിലാണ് ഇത് പെട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞല്ലോ, ജെയിംസ് എന്നോട് പിണങ്ങരുത്, കുഞ്ഞിക്കണ്ണൻ പറഞ്ഞല്ലോ 5429 കോടി രൂപ ആ വിവരാവകാശ രേഖ അനുസരിച്ച് ഖജനാവില് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്റെ പൊന്നു കുഞ്ഞിക്കണ്ണ, കഴിഞ്ഞ 2 വർഷമായി അതായത് ട്രഷറിയിലേക്ക് വരുന്ന ചെക്കുകളെ 10 ലക്ഷം, അതിൽ കൂടാൻ പാടില്ല, അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞ ഓണത്തിന് ശേഷമൊക്കെ 2 ലക്ഷത്തിൽ കൂടിയ ചെക്കുകൾ ക്യാഷ് ചെയ്യരുതെന്നാണ്. ഏതാ ഈ ചെക്കുകൾ എന്ന് പറയുന്നത്? എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുവരുന്ന ചെക്കുകൾ അല്ലല്ലോ. ഒന്നുകിൽ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവരുടെ പദ്ധതി വിഹിതം ചെക്കായിട്ട് വരാം. അതുമല്ലെങ്കിൽ PWD കോൺട്രാക്ടേഴ്സിന്റെ കോൺട്രാക്ട് ജോലി ചെയ്തതിന്റെ കൂലി ചെക്കായിട്ട് വരാം. അതുമല്ലെങ്കിൽ സംസ്ഥാനത്തെ 35ഓളം വകുപ്പുകളുണ്ടല്ലോ, ആ വകുപ്പുകളുടെ ചെലവ്, ആ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന വിഹിതം, അത് അവർ ചെലവിന് വേണ്ടി ആവശ്യപ്പെട്ട് അത് ചെലവഴിക്കാൻ പോകുന്നതോ ആയിരിക്കാം. ഇങ്ങനെ വരുന്നതൊക്കെ എന്ന് വെച്ചാൽ അപ്പോഴപ്പം ചെലവിട്ട് കഴിഞ്ഞ പണത്തിന്റെ ചെക്കുകളാണല്ലോ ഈ ഖജനാവിലേക്ക്, ട്രഷറിയിലേക്ക് വരുന്നത്. ആ ചെക്കുകളൊക്കെ ക്യൂവിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാല് 2025-26 ധനവർഷം ചെലവഴിക്കേണ്ടിയിരുന്ന പണം ചെലവഴിച്ചില്ല. ആ പണമൊക്കെ ഇനി അടുത്ത വർഷം ഈ UDF ഗവൺമെന്റ് ചെലവഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത്രയും നടന്നില്ല. എന്നിട്ട് ഞങ്ങൾക്ക് വലിയ ഗമയിൽ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് ആരെ പൊട്ടം കളിപ്പിക്കാനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോക്ടർ മേരി ജോർജ്, ഞാൻ നടപടിയാണ് അറിയാം, ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ 35 സീറ്റില് എനിക്ക് സങ്കടമുണ്ട്. കാരണം LDF അങ്ങനെ ഒരിക്കലും പരാജയപ്പെട്ട് ഭരണത്തിൽ നിന്ന് പോകാം, പക്ഷെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട ഒരു പാർട്ടി അല്ല ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഞാൻ നടപടിയാണ്, നമ്മുടെ സമയപരിമിതി കൊണ്ടാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ബാധ്യത കടക്കണി വലുതാണ്.
ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക തീർക്കലും കാർഷിക മേഖലയ്ക്കുള്ള സബ്സിഡികളും മറ്റും വലിയ ബാധ്യതയായി തുടരുന്നുവെന്ന് ഭരണപക്ഷം തന്നെ പറയുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം ചെയ്ത പല സാമ്പത്തിക പദ്ധതികളും നടപ്പിലാക്കാൻ സാധ്യമാണോ? കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത സാമ്പത്തിക പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നതാണോ എന്ന ശാസ്ത്രീയമായ ഒരു പഠനം അവർ ഈ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, ഉമ്മൻചാണ്ടി എന്നൊക്കെയുള്ള പേരിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഗ്യാരണ്ടി അവർ ജനങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതിനൊന്നും ഇപ്പോൾ സമയമില്ല അതൊന്നും ചർച്ച ചെയ്യാൻ. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയും. കേരള ഗവൺമെൻറ് കിഫ്ബി വഴിയും പെൻഷൻ ഫണ്ട് വഴിയും ഒക്കെ നടത്തിയ വായ്പ എടുക്കലാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ കേരള സർക്കാർ ഈ കിഫ്ബിയോ അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടോ വഴി എടുത്ത കടത്തെ എങ്ങനെയാണ് കേരള സർക്കാരിൻ്റെ കടമാക്കി മാറ്റുന്നത്? ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതേപോലെ തന്നെ കിഫ്ബി പോലെ തന്നെ അവർ പണം സമാഹരിക്കുന്നില്ലേ? കോൾ ഇന്ത്യ സമാഹരിക്കുന്നില്ലേ? അവർക്ക് വായ്പ എടുക്കുന്നില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ കടത്തിലാണോ എടുക്കുന്നത്? നാഷണൽ ഹൈവേ അതോറിറ്റി ബോണ്ടുകൾ സ്വീകരിക്കുന്നില്ലേ? നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നില്ലേ? അതുവഴി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ? അത് നേരിട്ട് അടച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ കാണേണ്ടത് കേന്ദ്ര സർക്കാരിന് ഒരു ന്യായം, സംസ്ഥാന സർക്കാരിന് മറ്റൊരു ന്യായം. സംസ്ഥാനത്തിന് റവന്യൂ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ബജറ്റ് നിന്നുകൊണ്ട് അടിസ്ഥാന സൗകര്യ രംഗത്ത് നിക്ഷേപം നടത്താനുള്ള പരിമിതി, അതിൻ്റെ ദൗർബല്യം എത്രയോ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. റോഡുകൾക്കോ പുതിയ കെട്ടിടങ്ങൾക്കോ ഒന്നും പണം മുടക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. സർക്കാരിന് റവന്യൂ വരുമാനം, ശമ്പളവും പെൻഷനൊക്കെ കൊടുക്കുന്നതിൽ പ്രധാനമായി ഊന്നേണ്ടി വരുന്നു. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ ബജറ്റിന് പുറത്ത് പണം കണ്ടെത്താൻ? അങ്ങനെയുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ് കിഫ്ബി. അത് കേരളത്തിന്റെ വികസന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ വലുതാണ്. കിഫ്ബി വഴിയുണ്ടായ നിക്ഷേപങ്ങൾ വളരെ പ്രധാനമാണ്. ആ നിക്ഷേപങ്ങളെ കുറിച്ച് ഇന്ന് കേരള നിയമസഭയിൽ ഇരിക്കുന്ന പഴയ MLA മാർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അവരുടെ മണ്ഡലത്തിലൊക്കെ വലിയ മാറ്റമുണ്ടാക്കിയ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നത് കിഫ്ബിയുടെ സഹായം കൊണ്ടാണ്, കിഫ്ബി വഴിയുള്ള മൂലധന നിക്ഷേപം കൊണ്ടാണെന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വിഷയം കേരളം എത്തപ്പെട്ട കടത്തെ അല്ലെങ്കിൽ കേരളം ഇന്ന് എത്തപ്പെട്ട കടബാധ്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ GSTPയുടെ അനുപാതവുമായി ബന്ധപ്പെടുത്തി കൂടി അത് പരിശോധിക്കണം. നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2012-13 ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ നമ്മുടെ GDP അനുപാതം 26.3% കടം. സംസ്ഥാന കടം GDP അനുപാതം അനുസരിച്ച് 26.3%. എന്നാൽ അത് 2022-23 ആകുമ്പോഴേക്കും അത് 22.75% കുറയുന്നുണ്ട്. ആ കുറയിലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കടം കൂടുന്നു എന്നുള്ളതല്ല, നമ്മുടെ GDP അനുപാതവുമായി അതിൻ്റെ ബന്ധം എന്താണ്, ആ അനുപാതക്രമം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ എന്താണ് ഒരു പുതിയൊരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ചെലവ് ചുരുക്കൽ നയം, എല്ലാ സാമൂഹ്യ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും ഗവൺമെന്റ് വിഡ്രോ ചെയ്യാനുള്ള ആ നിയോ ലിബറലിസത്തിന്റെ ഒരു ഘടനാ പരിഷ്കാരത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ സാമൂഹ്യ സേവന മേഖലകൾക്കും പെൻഷൻ പരിപാടികൾക്കും ഒക്കെ ഒരു മരണ വാറണ്ടുമായിട്ട് വരികയാണ്. അതിന് കളമൊരുക്കാനാണ് ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നത് എന്ന കാര്യം നല്ല രീതിയിൽ മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മാത്രമാണ്. മറ്റൊരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ടീച്ചറും അതേപോലെ തന്നെ അനിൽ ബോസും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞങ്ങൾ സംസ്ഥാന നികുതി വീതം ഉപേക്ഷിച്ചിരുന്നു പെട്രോൾ ഡീസൽ വില വർധനവിൻ്റെ. എന്താ യാഥാർത്ഥ്യം ടീച്ചറെ? 2011 മുതൽ 15 വരെ ഈ സംസ്ഥാനം ഭരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. അന്ന് കേന്ദ്രം ഭരിച്ചത് 4 വർഷക്കാലത്തോളം കേന്ദ്രം ഭരിച്ചത് UP ആണ്, കോൺഗ്രസ് ആണ്. ആ കാലഘട്ടത്തിൽ 2011-15 വർഷങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് 13 തവണ പെട്രോളിയം വില വർദ്ധിപ്പിച്ചിരുന്നു. ആ 13 തവണ പെട്രോളിയം വില വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാനത്തിന് കിട്ടുന്ന അധിക നികുതിയിൽ എത്ര തവണ ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചു? അത് ഒഴിവാക്കി 2 തവണ മാത്രം ടീച്ചറെ. അങ്ങനെയാണ് 610 കോടി രൂപ ഒഴിവാക്കേണ്ടി വന്നത്. അപ്പം 13 തവണ വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാനത്തിന് കിട്ടിയ നികുതി വരുമാനം എത്രയാണ്? 6100 കോടിയാണ്. അപ്പൊ 6100 കോടി രൂപയുടെ നികുതി വരുമാനത്തിൽ നിന്ന് 610 കോടി ഉപേക്ഷിച്ചത് വലിയ കാര്യമായിട്ട് പറയുകയാണ്. അപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് നോക്കിയാലോ, 2018 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് സൈക്കിളില് ഇവിടെ വന്നു, ഞാൻ ഈ അധിക നികുതി, ഈ പെട്രോളിയം വില വർധനമെതിരായിട്ട് പ്രതിഷേധിക്കുകയാണ്, സംസ്ഥാനം അധിക നികുതി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. 2018 സംസ്ഥാന ഗവൺമെന്റ് 1 ലിറ്റർ പെട്രോളിന് 1 റുപ്യ വെച്ച് ഉപേക്ഷിച്ചു. 510 കോടി രൂപയാണ് ആ കാലത്ത് ജനങ്ങൾക്ക് ഇളവ് കൊടുത്തത്. ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങളാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്?
കേന്ദ്രത്തിന്റെ ഈ നയത്തിനെതിരായിട്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്ന് സംസാരിക്കണം. അങ്ങനെ പ്രതിഷേധം ഉയർത്തുന്നത് മാറി നിൽക്കുക. എന്താണ് ഈ സാമ്പത്തിക ശാസ്ത്രപരമായി തന്നെ ടീച്ചർ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയാണല്ലോ, ടീച്ചർക്കറിയാമല്ലോ. ഇപ്പോൾ IOC ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ പൊതുമേഖലാ കമ്പനികൾ, ഇന്ത്യയിൽ പൊതുമേഖലാ കമ്പനികൾ മൊത്തം ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ 42% ടീച്ചറെ എണ്ണ മേഖലയിൽ നിന്നാണ്, പെട്രോളിയം മേഖലയിൽ നിന്നുള്ള 3 കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ലാഭവിഹിതത്തിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1,25,000 പെട്രോളിയം മേഖലയിൽ ലാഭം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ലാഭമുണ്ടാകുന്ന ഒന്ന് നഷ്ടമാണ് എന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ അധിക നികുതി ചുമത്തുന്നത്, അത് വിലക്കയറ്റം ഉണ്ടാക്കുന്നത് എന്ത് സാമ്പത്തിക ശാസ്ത്ര യുക്തിയാണ്? അത് ജനങ്ങളെ കൊള്ളയടിക്കുക എന്ന യുക്തിക്കപ്പുറത്ത് അതിനെന്ത് ന്യായമാണുള്ളത്? അതിനെന്ത് മിസ്റ്റർ പുരി, അദ്ദേഹത്തിന്റെ പേരെന്താണ്, അരവിന്ദ് സിംഗ് പുരി, അദ്ദേഹം ഈ മറ്റേ എപ്സ്റ്റീൻ ഫയലിലൊക്കെ പേരുള്ള മഹാനാണ്. ഇവിടുത്തെ നരേന്ദ്രമോദിയുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ആ പെട്രോളിയം വകുപ്പ് മന്ത്രി പറഞ്ഞത് ഒരു ദിവസം ഇപ്പോൾ എന്താണ് നമുക്ക് 1000 കോടിയുടെ നഷ്ടമാണ് ഇന്ധന രംഗത്ത് ഉണ്ടാവുന്നത്, അത് നികത്തണമെങ്കിൽ വില വർധനവ് മാത്രമേ മാർഗമുള്ളൂ എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്ന കേന്ദ്രത്തിന്റെ അംബാനി അദാനിമാർക്ക് ഈ വിലവർദ്ധനത്തിന്റെ സർവ്വ നേട്ടങ്ങളും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ രാജ്യമല്ല, സർക്കാരല്ല, അത് പ്രധാനമായിട്ടും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് അംബാനി അദാനി കമ്പനികളാണ്. അംബാനി അദാനി കമ്പനിമാർക്ക് വേണ്ടി ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എണ്ണയുടെ ലഭ്യത കുറവൊന്നുമില്ല എന്നാണ് അരവിന്ദർ സിംഗ് പുരി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹമന്ത്രിയാണ് കേട്ടോ, കൃഷ്ണദാസെ മറന്നുപോകരുത്. നിങ്ങളുടെ കേരളത്തിലെ നേതാവായിരിക്കുന്ന മിസ്റ്റർ സുരേഷ് ഗോപി ഈ പെട്രോളിയം വകുപ്പിന്റെ എന്താണ് സഹമന്ത്രിയാണ്. അദ്ദേഹം വല്ലതും അറിയോ ഇതിനെക്കുറിച്ചൊക്കെ? എന്തെങ്കിലും അറിയോ? ഈ രാജ്യത്തെ ജനങ്ങൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധന മൂലം ജീവിതം തന്നെ വലിയ പ്രശ്നമാണ്. 5 റുപ്യാണ് രാവിലെ ട്രെയിൻ ഇറങ്ങിയാൽ നമ്മളെ ചായ കുടിക്കും. അപ്പൊ ആ ചായ കുടിക്കാൻ പോകുന്നിടത്ത് 10 റുപ്യ കൊടുത്തെടുത്ത് ഇപ്പം 15 റുപ്യ കൊടുക്കണം. ഓട്ടോറിക്ഷക്കാർ തൊട്ട് മോട്ടോർ വാഹന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഞാൻ നടപടിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. ടീച്ചറെ ഞാൻ മടങ്ങി വരാം. അനിൽ ബോസിലേക്ക് പോയിട്ട് വേഗത്തിൽ ടീച്ചറിലേക്ക് മടങ്ങി വരാം. ഇല്ല, തീരെ സമയം തന്നില്ല എനിക്ക്. നമുക്ക് സമയം തരണ്ടേ? തീർച്ചയായും തരാം. ടീച്ചറിന്റെ മറുപടി കേട്ടതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശരി ടീച്ചറെ, വേഗത്തിൽ പറഞ്ഞോളൂ. അതായത് ഞാൻ ഇപ്പോ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിന്റെ ബാക്കിയാ പറയുന്നത്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ബോർഡിന്റെ ഒരു മാനുവൽ ഉണ്ട്. ആ മാനുവൽ അതിലെ ചാപ്റ്റർ 8 അനുച്ഛേദം 42 അതിൽ പറയുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വിപണിക്ക് വിടുന്നതിന് മുമ്പ് 2002 വാജ്പേയി ഗവൺമെന്റ് ആണ് ഈ തീരുമാനം പാർലമെന്റിൽ എടുക്കുന്നത്. പാർലമെന്റിൽ എന്ന് വെച്ചാൽ പാർലമെന്റേറിയൻസ് ഒക്കെ ചേർന്ന് പെട്രോളിയം പിന്നെ ഇതിന്റെ ഈ വില നിർണയം ഗവൺമെന്റിന് വിപണിക്ക് വിടുക എന്ന തീരുമാനം എടുക്കുന്നത്. അങ്ങനെ തീരുമാനം എടുത്തപ്പോൾ തന്നെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ചാനലിൽ വന്ന് ഓരോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോവുക. Then you will understand. നിങ്ങൾ ഗൂഗിൾ ഒരുപാട് തെറ്റുകൾ വിലനിർണ്ണയനാവകാശം സ്വകാര്യ കമ്പനികൾക്ക് വിട്ടത് സർക്കാരിന്റെ കാലത്താണ്. നിങ്ങൾ എവിടെ പോയി നോക്കിയാലും 2002 ഗവൺമെന്റ് ആണ് ഇത് വിപണിക്ക് വിട്ടത്. പക്ഷെ ആ തീരുമാനം വിട്ടപ്പോൾ തന്നെ ഓയിൽ പൂൾ അക്കൗണ്ടിൽ വലിയ എമൗണ്ട് കടമുണ്ടായിരുന്നു. ആ ബാധ്യത തീർത്തതിന് ശേഷം മാത്രം വിപണിക്ക് വിടുക എന്ന തീരുമാനം എടുത്തു. ആ ഓയിൽ പൂൾ അക്കൗണ്ടിലെ കടം അപ്പൊ UPA ഗവൺമെന്റ് 2004 ഭരണത്തിൽ വരുമ്പോഴും വാജ്പേയി ഗവൺമെന്റിന്റെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് അംഗീകരിച്ച് മുൻപോട്ട് പോകുന്നു. അങ്ങനെ 2010 വരെ ആ ഓയിൽ പൂൾ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കടം, അതായത് ഓയിൽ ബോൺസിന്റെ കടം തിരിച്ചടച്ച് തീർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. 2010 പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണിക്ക് വിടുന്നു മൻമോഹൻ സിംഗ് ഗവൺമെന്റ്. 2014 BJP ഗവൺമെന്റ് ഡീസലും വിപണിക്ക് വിടുന്നു. നിങ്ങൾ കൃത്യമായ വെബ്സൈറ്റിൽ നോക്കുക, ഗൂഗിൾ പോയി നോക്കിയാൽ ഗൂഗിൾ നിങ്ങളെ എപ്പോഴും തെറ്റിക്കും. നെവർ യു ഗോ ടു ദാറ്റ്. യു ഗോ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് പെട്രോൾ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. Then you will get. ആ സമയത്ത് അപ്പൊ ഞാൻ പറയാൻ വന്നത് ജെയിംസ് പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ആ നിയമത്തിൽ അതായത് 2002 പാർലമെന്റ് അക്കൗണ്ടിലുണ്ട്
പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴൊക്കെ വില ഉയരുമോ അന്താരാഷ്ട്ര വിപണിയിൽ ഇവിടെയും ഉയരും, എപ്പോഴൊക്കെ കുറയുമോ ഇവിടെയും കുറയും. അത് പക്ഷേ വാജ്പേയി BJP ഗവൺമെന്റ് നടപ്പാക്കിയിട്ടില്ല ഈ കഴിഞ്ഞ 10-15 വർഷക്കാലം. അത് അവിടെ ഇരിക്കട്ടെ. അതിനേക്കാൾ ഉപരി ഇപ്പോ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ ഓയിൽ കമ്പനീസ് എല്ലാം ഈ വർഷം വലിയ ലാഭമുണ്ടാക്കി. യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് അവരുടെ ലാഭത്തിൽ കുറച്ച് കുറവുണ്ടായത്. ആ കുറവ് നികത്താൻ വേണ്ടി ഗവൺമെന്റ് ഇപ്പോ ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം പറയാനാണ് ഞാൻ തുടങ്ങിയത്. അതായത് അതേ മാനുവൽ ചാപ്റ്റർ 542 അനുച്ഛേദത്തിൽ പറയുന്നുണ്ട് 51% ഷെയറുകൾ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് ഇത് എങ്ങോട്ടാ ഇവര് നഷ്ടം ഉണ്ടാക്കിയ നഷ്ടം ഗവൺമെന്റിനാണ് വലിയ ഭാഗം നഷ്ടം. ഷെയറുകൾ കയ്യില് ലാഭം ഉണ്ടാക്കിയാലോ ഡിവിഡൻഡ് ആയിട്ട് അതങ്ങ് ചെല്ലുന്നത് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ്. അപ്പൊ ഈ വർഷം ആകത്തുകയായി നോക്കിയ ഓയിൽ കമ്പനീസ് ഒക്കെ വലിയ തോതിൽ ലാഭമുണ്ടാക്കി കേന്ദ്രത്തെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ. അപ്പൊ ആ അനുച്ഛേദത്തിൽ പറയുന്ന എന്താണ്, എപ്പോൾ വേണമെങ്കിലും വില നിയന്ത്രണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഈ 51% ഷെയറുകൾ കേന്ദ്രത്തിന്റെ കയ്യിൽ തുടരുവോളം കേന്ദ്രത്തിന് വില നിർണയ അധികാരമുണ്ട്. അപ്പൊ കേന്ദ്രത്തിന് ഈ കമ്പനികളോട് പറയാമായിരുന്നു നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ആണ്, അത് കുറച്ച് കുറഞ്ഞോട്ടെ, ജനങ്ങളുടെ മേലേക്ക് ഈ ഭാരം പോകണ്ട, അതുകൊണ്ട് വില ഇപ്പോൾ നിയന്ത്രിക്കണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റിന് പറയാമായിരുന്നു. അത് പറഞ്ഞില്ല. ഭായി ബഹൻ എന്ന് വിളിച്ചാൽ മാത്രം പോരാ, അത് പ്രവർത്തനത്തിൽ കാണിക്കണം ഒരു ഗവൺമെന്റ്. അത് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചില്ല ഈ സമയത്ത്. ശരി ടീച്ചർ, വ്യക്തമാണ്. ഞാൻ ശ്രീ അനിൽ ബോസ്, കേരളത്തിൻ്റെ തനതായ നികുതി വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറയുന്നതായിട്ട് CAGയുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാൻ പുതിയ എന്തൊക്കെ മാർഗങ്ങളാണ് ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാവുന്നത്? ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞേ, കുഞ്ഞിക്കണ്ണൻ CPMന്റെ പ്രതിനിധി തന്നെയല്ലേ? എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായി. കാരണം വാജ്പേയിയുടെ കാലത്ത് തുടങ്ങിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ എക്സ്പ്രസ് ആയിട്ടുള്ള ഇതാണ് കുഞ്ഞിക്കണ്ണന്റെ പ്രശ്നം. അത് തന്നെയാണ് അതുകൊണ്ടാണ് കുഞ്ഞിക്കണ്ണൻ അങ്ങനല്ല വസ്തുത വിരുദ്ധമായിട്ടാണ് കുഞ്ഞിക്കണ്ണൻ സംസാരിക്കുന്നത്. കുഞ്ഞിക്കണ്ണൻ രേഖാമൂലം തന്നെയാണ് ഞങ്ങളും സംസാരിക്കുന്നത്. രേഖ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോ BJPക്ക് വേണ്ടി കൃഷ്ണദാസിന് സംസാരിക്കുന്ന കാര്യം സത്യത്തിലില്ല. അദ്ദേഹം മൗനിയായിട്ടിരിക്കുകയാണ്. ഇത് കേൾക്കൂ, ശരി. ഞാൻ ശ്രീ കെട്ടിക്കുഞ്ഞിക്കണ്ണൻ താങ്കൾക്ക് അവസരം തരാം. ഇത് കുഞ്ഞിക്കണ്ണൻ ചുമ്മാ അസ്വസ്ഥമായിട്ട് കാര്യമുണ്ടോ? കുഞ്ഞിക്കണ്ണൻ അസ്വസ്ഥമായിട്ട് വല്ല കാര്യമുണ്ടോ? കുഞ്ഞിക്കണ്ണൻ ചുമ്മാതെ കിടന്ന് ബേളം വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ താങ്കൾക്ക് അവസരം തരാം. അതിനെ ആ രീതിയിൽ അത് മനസ്സിലാക്കണം. വസ്തുതകളെയും ചരിത്രത്തെയും സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കരുത്. ചരിത്രം നവലി പറഞ്ഞൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത്, നമ്മളെ കാര്യങ്ങളിലേക്ക് വാ, കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചർച്ച അങ്ങനെ എന്താണ് അല്ലല്ല, കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചർച്ച ചർച്ചയിൽ വന്നിട്ട് വസ്തുതകളെയും ചരിത്രത്തെയൊക്കെയാണ് മറച്ചുപിടിക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം. അല്ല, മാനിഫെസ്റ്റോ എഴുതിയ വർഷമാണെങ്കിൽ അത് ഞാൻ വേറെ ടീച്ചർക്ക് പറഞ്ഞുതരാം. മാനിഫെസ്റ്റോ ചർച്ചയിലൂടെ നമ്മൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. ഒന്നിലെ വാജ്പേയി സർക്കാർ ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. പച്ചക്കൊടി കാണിച്ചു, പക്ഷെ അത് അവർക്ക് അതിന്റെ പേരിലാണ് അതിന് പിന്തുണ കൊടുത്ത ഇടതുപക്ഷമായിട്ട് UPA വലിയ രീതിയിൽ തെറ്റുന്നത്. ഇത് നമ്മുടെ സമകാലീന രാഷ്ട്രീയ വലിയ കുഞ്ഞിക്കണ്ണൻ ഒരു ഔചിത്യം കാണിക്കുക, ചർച്ചയിൽ ഒരു ഔചിത്യം കാണിക്കുക. കുഞ്ഞിക്കണ്ണൻ പറയുന്ന പച്ച തെറ്റാണ് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ടീച്ചറെ താങ്കളിലേക്ക് മടങ്ങി വരാം. നിലപാടുകളാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഞാൻ താങ്കൾക്ക് അവസരം തരാം. ഇതിന് ശേഷം ഞാൻ താങ്കൾക്ക് അവസരം തരാം. അല്ല, ദയവായി പൂർത്തീകരിച്ചു. പറഞ്ഞ് അദ്ദേഹത്തെ അല്ല, ഇത് കേൾക്കൂ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കുക. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച്. ഈ അടുത്ത നാളിൽ 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസമായി ഇപ്പൊ 11ഓളം തവണ വില വർദ്ധിച്ചു. അതിൽ ഈ
5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അടിക്കടി വില വർദ്ധിച്ചു. അതെങ്ങനെയാണ്? ആ വില വർദ്ധിപ്പിക്കുന്ന ആരാണ്? പെട്രോളിയം കമ്പനിയാണ്. എന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വർദ്ധിപ്പിക്കാതിരുന്നത്? ആരാണ് അത് തടഞ്ഞു വെച്ചത്? ആർക്കാണ് അതിന്റെ അധികാരം? അപ്പം വില വർധന ഉണ്ടാകേണ്ട സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ വില വർധന ഒഴിവാക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ ശക്തിക്കാണ് ഇത് നിയന്ത്രിക്കാനുള്ള അധികാരമുള്ളത്. അതാണ് ഇവര് പ്രൂവ് ചെയ്യപ്പെടേണ്ടതും ഇവര് റിപ്ലൈ ചെയ്യേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവർ പറയാണ് വില നിർണ്ണയ അവകാശം എണ്ണ കമ്പനികൾക്കാണെങ്കിൽ എണ്ണ കമ്പനികളും തെരഞ്ഞെടുപ്പുമായിട്ട് എന്ത് ബന്ധം? അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വില വർധനമില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പടപെടുന്ന ഓരോ ദിവസവും വില വർദ്ധിപ്പിക്കുക, അതെന്ത് രീതിയാ? അതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് മാറി നിൽക്കാൻ കഴിയുമോ? മാറി നിൽക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ ടീച്ചർ ഇവിടെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ച ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പെട്രോളിയം വിൽപ്പനയിൽ 90%-ലധികം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് 52%-ഓളം ഷെയറുള്ള കമ്പനികളാണ്. ഇതിന്റെ അകത്ത് ടാക്സ് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റിന് വരുന്ന ലാഭവിഹിതം 152 രൂപ അവർ മേടിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? 100 രൂപ ലാഭമുണ്ട്, 52% ഉള്ളവർക്ക് അതിന്റെ 52% കിട്ടുന്നുണ്ട്. അപ്പൊ ആ കിട്ടുമ്പോൾ അതിൽ ഇളവ് കൊടുത്ത് സബ്സിഡി കൊടുക്കേണ്ടതാണെങ്കിൽ സബ്സിഡി കൊടുത്ത് നികുതി നമ്മുടെ ലാഭവിഹിതം ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കി സഹായിക്കാനുള്ള ബാധ്യത സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ഇവിടെ വാജ്പേയിയുടെ ഒരു സെക്കൻഡ് പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് ഒരു രാംകൃഷ്ണനോ അങ്ങനെയാണ്ട് പറഞ്ഞൊരു മന്ത്രിയായിരുന്നു അന്നത്തെ പെട്രോളിയം മന്ത്രി. ആ പേര് കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ AB വാജ്പേയിയുടെ കാലത്ത് അദ്ദേഹമാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് പിന്നെ കണ്ടിന്യൂഷൻ വരുമ്പോൾ മണിശങ്കർ അയ്യർ ആയിരുന്നു പെട്രോളിയം മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത്. അതുകൊണ്ട് ഈ 2 പീരീഡിലെയും കാര്യങ്ങൾ നമുക്കറിയാം. ഒറ്റ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് സബ്സിഡി കൊടുത്ത് ഈ മാർക്കറ്റിൽ ഇടപെട്ടിട്ടുണ്ടോ? 2 സമ്പൂർണ്ണമായി നികുതി ഒഴിവാക്കി നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ശരി, ഞാൻ 110, 130 ഒരു സെക്കൻഡ് 110, 130, 140 ബാരലിന് വരെ വന്നപ്പോ 73 ആയപ്പോൾ നാടൊട്ടുക്ക് സമരം ചെയ്ത ആളുകൾ എവിടെ? ശരി, അനിൽ ബോസ് 140, 60 ഒരു സെക്കൻഡ് ബ്രദർ, നിങ്ങൾ കിടന്ന് വെള്ളം വെക്കാം, അല്ലെ നിങ്ങൾ ചർച്ച ചെയ്തു. സമയത്തിന്റെ പരിമിതി അത് സമയത്തിന്റെ പരിമിതി ആയിക്കോട്ടെ, പറയണ്ടേ? 140, 60 ആയല്ലോ ബാരലിന്. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച ഗവൺമെന്റ് ആണല്ലോ നരേന്ദ്രമോദിയുടേത്. കൊടുത്തോ? ക്രൂഡ് ഓയിലിന് വില 60 താഴ്ന്നപ്പോഴും വില കുറച്ചോ? അപ്പം ഇടപെടാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങളിൽ ഇടപെടാതെ കിട്ടുന്ന ലാഭവും നികുതിയും വാങ്ങി ജനങ്ങൾക്ക് ഗുണകരമല്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് കൃഷ്ണദാസിന് പൊള്ളിയാൽ എനിക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിന്റെ നേതാവാണ് ശരീരനായ വാജ്പേയി. ഈ കുഞ്ഞിക്കണ്ണന് പൊള്ളുന്ന രാഷ്ട്രീയം എന്താ? എനിക്കത് മനസ്സിലായില്ല. ഇനി ആ പൊളിറ്റിക്സ് ആണ് മനസ്സിലാകാത്തത്. കൃഷ്ണദാസിനും അനിൽ ബോസിനും ഉത്തരവാദിത്തമുണ്ട് ഈ ദുരന്തത്തിന്. നിങ്ങൾ നടപ്പാക്കിയ ഗ്ലോബലൈസേഷൻ നിങ്ങളുണ്ടായിരുന്നല്ലോ. ഒന്നായി ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങളെ പിന്തുണയ്ക്കാൻ ബിജെപിയുടെ തീരുമാനം നടപ്പാക്കിയത് ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ തർക്കങ്ങൾക്കപ്പുറം പ്രവാസി നിക്ഷേപങ്ങളെ കേരളത്തിൻ്റെ ആഭ്യന്തര വികസനത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കൃത്യമായ ബോണ്ട് സംവിധാനമോ പദ്ധതിയോ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊരു വലിയ ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. രാഷ്ട്രീയ തർക്കങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന അവകാശങ്ങൾക്കും അപ്പുറം കേരളം ഇന്ന് നേരിടുന്നത് കടുത്ത സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ശമ്പളവും പെൻഷനും ക്ഷേമ പദ്ധതികളും കൃത്യസമയത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ നാളെയുടെ വികസനത്തിനായുള്ള മൂലധന നിക്ഷേപങ്ങൾ കൂടി കണ്ടെത്തുക എന്ന കനത്ത വെല്ലുവിളിയാണ് പുതിയ സർക്കാരിനും ധനമന്ത്രിക്കും മുൻപിലുള്ളത്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ മേരി ജോർജ്, ശ്രീ അനിൽ ബോസ്, അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, നന്ദി. മറ്റൊരു ചർച്ചയുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.